കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. वीर शहीद भगत सिंह जब जेल में थे, मुकदमा चल रहा था. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? क्या कोई कांग्रेसी परिवार का व्यक्ति शहीद वीर भगत सिंह को എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. मिलने गया था. आराम करो. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല, പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. താങ്കൾക്കത് വിവർത്തനം ചെയ്യാം. എന്താ ഉറക്കം വരുന്നു. അപ്പോ ഷാനി മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് വീരചരമം ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കൊലക്കയറിൽ നിന്ന് കൊലക്കയറേറ്റു വാങ്ങിക്കൊണ്ട് മരണമടഞ്ഞ് താഴെ വീണ ആ ഭഗത് സിംഗിനെ ഏത് നേതാവാണ് ചോദിച്ചത്? ഇത് ഷാനിയെ കൊണ്ട് കേൾപ്പിക്കാൻ ദയവായി മനസ്സിലാക്കണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്താ പറയേണ്ടത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവായി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് നമുക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്ന ഭഗത് സിംഗിനെ കോൺഗ്രസ് സന്ദർശിച്ചിരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് ലാലു പ്രസാദ് യാദവിനെ, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത്. ദയവായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത്. ദയവായി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ദയവായി. നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി, ഇത് ചെറിയ കളിയല്ല. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ വീരചരമം പ്രാപിച്ചപ്പോ ആ ചരമം പ്രാപിച്ചതിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ. ചരിത്രകാരനെ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ചർച്ചയിൽ. ഷഹീദ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എന്താ ഷാനി? മരണമടഞ്ഞ ഭഗത് സിംഗിനെ കുറിച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രസംഗിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ കുറിച്ചല്ല. പ്രബുദ്ധരായ കേരളത്തിലെ മലയാളികൾക്ക് മുന്നിൽ ഈ തരത്തിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചർച്ച അവസാനിക്കുകയാണ്. ആ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അവസാനിപ്പിക്കുകയാണ്. കാരണം പരാമർശത്തിനിടയാക്കിയ സാഹചര്യവും അതിനുള്ള വ്യക്തതയും ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞു. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. ഹിന്ദി പഠിച്ചിട്ട് ചർച്ചയിൽ വന്നിരുന്നാൽ മതി. പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പഠിച്ചിട്ട് വന്നിരിക്കണം. ശോഭാ സുരേന്ദ്രൻ, താങ്കൾ എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദയവായി, നമുക്ക് അത്രയും അപഹാസ്യമായ തരത്തിലേക്ക് ഒരു ചർച്ചയെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.